السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ മദാരിജുസ് സാലിക്കീൻ എന്നുള്ള കിതാബിലെ അഅ്മാലുൽ ഖുലൂബ്, ഖൽബിൻ്റെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ചിട്ടുള്ള അൽ-ഇക്സീർ എന്ന കിതാബിൻ്റെ വായനയിൽ മൻസിലത്തു തൗബ കഴിഞ്ഞ ദർസിൽ നാം അവസാനിച്ചു. മൻസിലത്തു തൗബ നമ്മൾ വായിച്ചു. അതിൽ പറഞ്ഞ ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി. അതിനുശേഷം അടുത്ത മൻസിലത്ത് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള കൊടുക്കുന്നത് മൻസിലത്തുൽ ഇനാബത്തി, ഇനാബത്തിൻ്റെ മൻസിലത്താണ്. ഇനാബത്ത് എന്ന മൻസിലത്ത് തൗബ എന്നതിനോട് ഒരുപാട് സാദൃശ്യം തോന്നുന്ന അല്ലെങ്കിൽ അടുത്ത് കിടക്കുന്ന ഒരാശയം തന്നെയാണ് അൽ ഇനാബ എന്ന് പറയുന്നതും. ഇനാബ എന്ന് പറയുമ്പോൾ തൗബയേക്കാൾ ഒന്നുകൂടി ഒരു പടി കൂടി മുന്നിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങുന്നവൻ എന്ന അർത്ഥം കൂടിയും അതിന് വരും. അനാബ യുനീബു, മുനീബുൻ മടങ്ങുന്നവൻ, മുനീബ് അള്ളാഹുവിലേക്ക് മടങ്ങുന്നവൻ എന്ന നിലക്കുള്ള ഒരാശയം കൂടിയും അതിൽ കടന്നു വരുന്നുണ്ട്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം മൻസിലത്തുൽ ഇനാബ അതിൽ പറയുന്നു, ഇക്സീർ എന്ന കിതാബിൽ കൊടുത്തിട്ടുള്ള ഭാഗം, ഫഇദ ഇസ്തഖറത് ഖദമുഹു ഫീ മൻസിലിത് തൗബ, ഒരുവൻ മൻസിലുത് തൗബയിൽ, തൗബയുടെ മൻസിലത്തിൽ അവൻ്റെ കാല് ഉറച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവൻ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ദർസിൻ്റെ അവസാനത്തിൽ പറഞ്ഞു ഓരോ മൻസിലത്തുകൾ കടന്ന് ശേഷമാണ് മൻസിലത്തു തൗബയിൽ എത്തുന്നത്. ഏകദേശം 5-ആമത്തെയോ 6-ആമത്തെയോ മൻസിലത്താണ് മൻസിലത്തു തൗബയായിട്ട് നമ്മൾ പറഞ്ഞത്. അതിനുശേഷം ആ തൗബയുടെ മൻസിലത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ എല്ലാവിധ നിബന്ധനകളോടുകൂടി പരിപൂർണമായി കൃത്യമായ നിലക്ക് ആയിക്കഴിഞ്ഞാൽ നസല ബഅദഹു മൻസിലൽ ഇനാബ, അവൻ പിന്നെ എത്തിച്ചേരുന്നത്, പിന്നെ അവൻ എത്തുന്നത് ഇനാബത്തിൻ്റെ മൻസിലാണ്. വഖദ് അമറ ബിഹി തആല ഫീ കിതാബിഹി വഅസ്നാ അലാ ഖലീലിഹി ബിഹാ, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ കിതാബിൽ ഖുർആനിൽ അല്ലാഹു തആല ഈ ഇനാബത്ത് എന്നുള്ള മൻസിലത്ത് കൽപ്പിക്കുകയും ഖലീൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ വിശേഷണമായി ഇനാബത്തിനെ പറയുകയും അതിനെ അല്ലാഹു തആല സനാ നടത്തുകയും പുകഴ്ത്തുകയും വാഴ്ത്തുകയും എല്ലാം ചെയ്തിട്ടുണ്ട്, അഥവാ ഗുണമുള്ളത് കൊണ്ട്. ഫഖാല, അല്ലാഹു തആല സൂറത്ത് സുമറിലെ 54-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വ അനീബു ഇലാ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൻ്റെ അടുക്കലേക്ക് നിങ്ങൾ ഇനാബത്ത് ചെയ്യുക, അഥവാ തൗബ ചെയ്ത് സൽക്കർമ്മങ്ങൾ ചെയ്ത് മടങ്ങുക, അടുക്കുക എന്നുള്ള അർത്ഥം. ഇത് അല്ലാഹു കൽപ്പിച്ചതാണ്. സൂറത്ത് ഹൂദിലെ 75-ാമത്തെ ആയത്തിൽ വഖാല ഇന്ന ഇബ്രാഹീമ ലഹലീമുൻ അവ്വാഹുൻ മുനീബുൻ, സൂറത്തുൽ ഹൂദിലെ 75-ാമത്തെ ആയത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പറ്റി പറയുന്നിടത്ത് അല്ലാഹു പറഞ്ഞു, ഇന്ന ഇബ്രാഹീമ, തീർച്ചയായിട്ടും ഇബ്രാഹിം നബി അലൈഹിസ്സലാം ലഹലീമുൻ, ഹലീമായിരുന്നു, അവധാനതയുള്ളവനായിരുന്നു. അവ്വാഹുൻ എന്നുള്ള വാക്ക് യഥാർത്ഥത്തിൽ മുഅറബായ വാക്കാണ്, അഥവാ അതിൻ്റെ അടിസ്ഥാനം അറബി ഭാഷയല്ല, എന്നാൽ അറബിയിൽ ഉപയോഗിച്ച് അറബിയായി പരിഗണിക്കുന്ന വാക്കാണ്. അങ്ങനെയുള്ള ചില വാക്കുകൾ ഖുർആനിലുണ്ട്. അവ്വാഹുൻ എന്നുള്ളത് അതിൻ്റെ അർത്ഥം റഹീം എന്നെല്ലാം അർത്ഥം, കാരുണ്യമുള്ളവൻ എന്നുള്ള അർത്ഥമാണ് അതിന് വരുന്നത്. ഹലീമുൻ അവ്വാഹുൻ മുനീബുൻ, മുനീബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനാബത്തുള്ളവൻ, ഇനാബത്ത് ചെയ്യുന്നവൻ എന്ന അർത്ഥം. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പറ്റി പുകഴ്ത്തി പറയുന്നിടത്ത് ഈ ഒരു വിശേഷണം ഇനാബത്തുള്ള ആളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വഖ്ബറ അന്ന സവാബഹു വജന്നതഹു ലിഅഹ്ലിൽ ഖശ്യതി വൽ ഇനാബ, അതുപോലെ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ അറിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രതിഫലം, സ്വർഗം എന്നീ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത് അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അള്ളാഹുവിലേക്ക് ഇനാബത്ത് ചെയ്യുന്ന ആളുകൾക്കാണ് എന്ന് പറഞ്ഞത് കാണാം. സൂറത്ത് ഖാഫിലെ 31 മുതൽ 34 വരെയുള്ള ആയത്തുകൾ ഇബ്നുൽ ഖയ്യിം കൊടുക്കുന്നുണ്ട്. വ ഉസ്ലിഫത്തിൽ ജന്നതു ലിൽ മുത്തഖീന ഗൈറ ബഈദ്,
സ്വർഗം വിദൂരമല്ലാത്ത നിലക്ക് തഖ്വയുള്ളവരിലേക്ക് ചേർക്കപ്പെടുന്നതാണ്. ഹാദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീദ്. അള്ളാഹുലേക്ക് മടങ്ങുന്ന, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ കാത്തു സൂക്ഷിക്കുന്ന ആളുകൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ഈ സ്വർഗം, അല്ലെങ്കിൽ ഈ വാഗ്ദാനം. മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബ്, ആരാണവൻ? അള്ളാഹുവിനെ അദൃശ്യമായ നിലക്ക് ഭയപ്പെടുകയും വജാഅ ബിഖൽബിൻ മുനീബ്, മുനീബായ കൽബുമായിട്ട് അള്ളാഹുവിലേക്ക് വന്നെത്തുന്നവൻ, അഥവാ ഇനാബത്തോടു കൂടി അള്ളാഹുവിലേക്ക് വന്നെത്തുവൻ. ഉദ്ഖുലൂഹ ബിസലാമിൻ, സുരക്ഷിതമായിട്ട് ആ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളാൻ അവരോട് പറയപ്പെടും. വൽ ഇനാബത്തു ഇനാബത്താനി, എന്നിട്ട് അതിൻ്റെ തഫ്സീലിയായിട്ടുള്ള ഇനാബത്തുമായി ബന്ധപ്പെട്ട് അതിനെ ഒന്നുകൂടി ആഴത്തിൽ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് ഇനി ഇബ്നുൽ ഖയ്യിം പറയുന്നത്. അൽ ഇനാബത്തു ഇനാബത്താൻ, ഇനാബത്ത് എന്നുള്ളത് രണ്ട് തരമുണ്ട്. ഇനാബത്തുൽ റുബൂബിയത്തിഹി, അഥവാ അള്ളാഹുവിലേക്ക് മടങ്ങുക എന്നുള്ളത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഇനാബത്തുൽ റുബൂബിയത്തിഹി, അവൻ്റെ റുബൂബിയത്തിലേക്കുള്ള ഇനാബത്ത്, അഥവാ ആകാശഭൂമികളിൽ നടക്കുന്ന കാര്യങ്ങളുടെ തീരുമാനാധികാരം അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളാണ് സംഭവിക്കുന്നത്. സൃഷ്ടിപ്പ് അള്ളാഹുവിൻ്റേതാണ്, നിയന്ത്രണം അള്ളാഹുവിൻ്റേതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള ആ ഇനാബത്ത്. വഹിയ ഇനാബത്തുൽ മഖ്ലൂഖാതി കുല്ലിഹ യശ്തരികു ഫീഹ അൽ മുഅ്മിനു വൽ കാഫിർ വൽ ബർറു വൽ ഫാജിർ. അതെല്ലാ സൃഷ്ടികളും ആ നിലക്ക് അള്ളാഹുവിലേക്കുള്ള ഇനാബത്തുണ്ട്. കാരണം ഒന്നല്ലെങ്കിൽ മറ്റൊരു നിലക്ക് അള്ളാഹുവിലേക്ക് മടങ്ങുക എന്നുള്ളത്, അല്ലെങ്കിൽ അവരുടെ സൃഷ്ടാവിലേക്ക് മടങ്ങുക എന്നുള്ളത് മനുഷ്യനിൽ നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാകും. അവൻ്റെ ഒരു ഘട്ടത്തിൽ എന്തായാലും ഉണ്ടാകും. അത് മുഅ്മിനായാലും കാഫിറായാലും നല്ലത് ചെയ്യുന്നവനാണെങ്കിലും തെമ്മാടിയായി ജീവിക്കുന്നവനാണെങ്കിലും എല്ലാം ഒരു നിലക്ക് അള്ളാഹുവിൻ്റെ കൗനിയായ ഇറാദത്തിൻ്റെ, ഖദറിൻ്റെ തീരുമാനങ്ങളുടെ ഉദ്ദേശങ്ങളുടെ കീഴിലാണ് എല്ലാവരും ഉള്ളത്. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു സൂറത്ത് റൂമിൽ 33-ാമത്തെ ആയത്തിൽ, വഇദാ മസ്സന്നാസ ദുർറുൻ ദഅഉ റബ്ബഹും മുനീബീന ഇലൈഹി, ജനങ്ങൾക്ക് എന്തെങ്കിലും ദോഷം ബാധിച്ചാൽ, അഥവാ അവൻ്റെ കയ്യിൽ നിന്ന് അവൻ്റെ നിയന്ത്രണത്തിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളാണ് സംഭവിച്ചാൽ അള്ളാഹുവിലേക്ക് ഇനാബത്തോടുകൂടി അവർ മടങ്ങുന്നു. വൽ ഇനാബത്ത് സാനിയ, രണ്ടാമത്തെ ഇനാബത്ത് ഇനാബത്തു ഔലിയാഇഹി, അള്ളാഹുവിൻ്റെ വലിയകളുടെ, മുഅ്മിനീങ്ങളുടെ, മുത്തഖീങ്ങളുടെ ഇനാബത്ത്. വഹിയ ഇനാബത്തുൽ ഇലാഹിയത്തിഹി, അത് അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തിലേക്കുള്ള ഇനാബത്താണ്, അഥവാ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് ഒരുവൻ കാണിക്കുന്ന ഇനാബത്ത്. ഇനാബത്തു ഉബൂദിയത്തിൻ വ മഹബ്ബത്തിൻ, മറ്റെന്തിനേക്കാളും അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ടും അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ടും ഒരാൾ തെളിയിക്കുന്ന ഇനാബത്താണ് ഇനാബത്തു ഔലിയാഇഹി എന്ന് പറയുന്ന രണ്ടാമത്തെ തരത്തിലുള്ള ഇനാബത്ത്. വഹിയ തതളമ്മനു അർബഅത ഉമൂരിൻ, ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന ഇനാബത്ത് രണ്ടാമത്തേതാണ്. ഇനാബത്തു ഔലിയാഇഹി, അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ, അള്ളാഹുവിനെ വിശ്വസിക്കുന്ന, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന അടിമകളുടെ ഇനാബത്താണ് ചർച്ച. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയാണ്, 4 കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് മുഅ്മിനായ, അല്ലെങ്കിൽ യഥാർത്ഥ ഇനാബത്ത് അള്ളാഹുവിലേക്ക് നടക്കുന്നത്, ഒരാൾ മുനീബായിത്തീരുന്നത്. ഏതൊക്കെയാണെന്ന്? മഹബ്ബതഹു, ഒന്ന് മറ്റെന്തിനേക്കാളും അള്ളാഹുവിനെ ഇഷ്ടപ്പെടണം. വൽ ഖുദൂഅ ലഹു, അള്ളാഹുവിന് മുമ്പിലുള്ള താഴ്മ, വിധേയത്വം അത് തെളിയിക്കണം. വൽ ഇഖ്ബാൽ അലൈഹി, അള്ളാഹുവിലേക്ക് മുന്നിടണം, അഥവാ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട്. വൽ ഇഅറാദു അമ്മാ സിവാഹ്, അള്ളാഹു ഒഴികെയുള്ള മറ്റുള്ള ആളുകളിൽ നിന്ന്, മറ്റുള്ള അള്ളാഹുവിന് അവകാശപ്പെട്ട കാര്യങ്ങൾ നൽകുന്നതിൽ മറ്റുള്ള ആളുകൾ ചെറിയ നിലക്കാണെങ്കിലും അതിൽ നിന്നെല്ലാം പിന്തിരിയണം, അതിൽ നിന്നെല്ലാം തിരിയണം, അള്ളാഹുവിലേക്ക് മാത്രമായിട്ട് ലക്ഷ്യമായി കൊണ്ടുമാറണം. ഈ 4 കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഒരാളുടെ ഇനാബത്ത് ശരിയാകുന്നത്. ഒന്ന് മഹബ്ബത്ത്, അള്ളാഹുവിനോടുള്ള ഇഷ്ടം. 2 അൽ ഖുദൂഅ, അള്ളാഹുവിനോടുള്ള താഴ്മ. 3 അൽ ഇഖ്ബാലു അലൈഹി, അള്ളാഹുവിലേക്ക് മുന്നിടുക, ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും എല്ലാം ചെയ്ത്. 5 അൽ ഇഅറാദു അമ്മാ സിവാഹ്, അള്ളാഹുവിൽ നിന്ന് അല്ലാതെ മറ്റുള്ളതിന് പിന്തിരിയുക, അഥവാ അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും ഉണ്ടായിരിക്കേണ്ടത്. ഫലാ യസ്തഹിഖു ഇസ്മൽ മുനീബ് ഇല്ലാ മൻ ഇജ്തമഅത് ഫീഹി ഹാദിഹിൽ അർബഅ, ഈ 4 കാര്യങ്ങൾ ഒരുമിക്കുന്നവന് മാത്രമാണ് മുനീബ് എന്നുള്ള പേര് ചേരുകയുള്ളൂ, യോജിക്കുകയുള്ളൂ. അതല്ലാത്തവൻ ആ പേര് യോജിക്കുകയില്ല. വതഫ്സീറു സലഫി ലിഹാദിഹിൽ ലഫ്ള യദൂറു അലാ ദാലിക്,
സലഫുകൾ ഈ ഒരു വാക്കിനെ അഥവാ മുനീബ് ഇനാബത്ത് എന്നുള്ള വാക്കിനെ തഫ്സീർ ചെയ്തെടുത്ത് അതിനെ വിശദീകരിച്ച് പറഞ്ഞിടത്ത് ആ വാക്കുകളെല്ലാം അല്ലെങ്കിൽ ഇതിൻ്റെ ആശയം പറയുന്നിടത്ത് ആ ആശയമെല്ലാം അടങ്ങിയത് ഈ 4 കാര്യങ്ങളിലേക്കാണ്. വഫിൽ ലഫ്ളതി മഅനൽ ഇസ്റാഇ വറുജൂഇ വതഖദ്ദും അൽ മുനീബ് ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് മുനീബായിട്ടുള്ള ഒരുവൻ എന്നുള്ളതിൻ്റെ ആശയത്തിൽ വരുന്ന കാര്യമാണ് വളരെ ധൃതിപ്പെട്ട് അള്ളാഹുവിലേക്ക് മടങ്ങുന്ന, മറ്റെന്തിനേക്കാളും അള്ളാഹുവിന് പ്രാധാന്യം കൊടുക്കുന്ന, അതിലേക്ക് മുന്നിടുന്ന ആളാവുക എന്നുള്ളത്. അൽ മുസ്രി ഇല മർദാത്തിഹി, അങ്ങനെ വരുമ്പോൾ മുനീബ് എന്നുള്ളതിൻ്റെ അർത്ഥം ഈ ആശയം കൂടി ചേരും, അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്ക് ധൃതി കാണിക്കുന്നവൻ. അറാജി ഇലൈഹി കുല്ല വഖ്തിൻ, എല്ലാ സമയത്തും അള്ളാഹുലേക്ക് മടങ്ങുന്നവൻ. അൽ മുതഖദ്ദിമു ഇലാ മഹാബിഹി, അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യത്തിന് മറ്റെന്തിനേക്കാൾ പ്രാധാന്യം കൊടുത്ത് അതിലേക്ക് മുന്നിടുന്നവൻ എന്നുള്ള ആശയം കൂടി അതിലേക്ക് വരും. അപ്പോൾ എല്ലാ നിലക്കും അള്ളാഹുലേക്ക് മടങ്ങുന്നവൻ എന്നുള്ളതാണ് മുനീബ് എന്നുള്ളത്. അലാമാത്തു സിദ്ഖിൽ ഇനാബ, എന്തൊരു ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് കൊടുക്കുന്ന അടുത്ത ഒരു തലക്കെട്ട്, അല്ലെങ്കിൽ ഇക്സീർ എന്നുള്ള ഗ്രന്ഥത്തിൽ കൊടുത്തിട്ടുള്ള ഇനാബത്തിൻ്റെ ബാബിൽ കൊടുത്തിട്ടുള്ള അടുത്ത തലകെട്ട്, സത്യസന്ധമായ ഇനാബത്ത്, അല്ലെങ്കിൽ ഒരാൾ അള്ളാഹുവിലേക്ക് മടങ്ങി മുനീബായി ഇനാബത്ത് ചെയ്തു. ഇനാബത്ത് നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള ഇബാദത്താണ്. വഅനീബു ഇലാ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിലേക്ക് നിങ്ങൾ ഇനാബത്ത് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ നിലക്ക് മടങ്ങുക എന്നുള്ളത് അള്ളാഹുവിനുള്ള ഇബാദത്താണ്, അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കലാണ്. അപ്പോൾ ഈ ഇനാബത്ത് സത്യസന്ധമാണ്, സിദുക്കോട് കൂടിയ ഉള്ളതാണ് എന്നുള്ളതിൻ്റെ അടയാളമായിക്കൊണ്ട് ചില കാര്യങ്ങളാണ് പറയുന്നത്. ഇദാ സഫത് ലഹുൽ ഇനാബത്തു ഇലാ റബ്ബിഹി തഖല്ലസ മിനൽ ഫിക്രതി ഫീ ലദ്ദത്തി ദംബ്. ഇബ്നു ഖയ്യിം പറയുകയാണ്, ഒരുവൻ്റെ ഇനാബത്ത് ഏറ്റവും പരിശുദ്ധമായ നിലക്കുള്ളതാണ് എങ്കിൽ, അല്ലെങ്കിൽ അവൻ ഏറ്റവും കൃത്യമായ നല്ലതായ രീതിയിലാണ് ഇനാബത്ത് നടത്തിയിരുന്നത് എങ്കിൽ അവൻ്റെ ചിന്തയിൽ പാപത്തിനെക്കുറിച്ചുള്ള ആസ്വാദനം അതിൽ നിന്ന് അവൻ ഒഴിവാകും. അഥവാ ഒരാൾ ഒരു പാപത്തിനെക്കുറിച്ച് ആലോചിക്കുകയാണ്, ആ ആലോചിക്കുമ്പോൾ അവനൊരു ആസ്വാദനം ലഭിക്കുന്ന അവസ്ഥ ഉണ്ടാകും. ചില തെറ്റുകളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, ചില പാപങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആ പാപത്തിനെക്കുറിച്ചുള്ളൊരു ആസ്വാദനം ഉണ്ടാകും. അതായത് 2 രീതിയിൽ തിന്മകളെക്കുറിച്ച് പാപങ്ങളെക്കുറിച്ച് ആലോചിക്കാം. ഒന്ന്, അതിനെ ഭയപ്പെട്ടുകൊണ്ട് അതിനോട് വെറുപ്പോടുകൂടി അതിനോട് താല്പര്യമില്ലാത്ത നിലക്ക് ചില തെറ്റിനെക്കുറിച്ച് ആലോചിക്കാം. ഇപ്പോൾ ഒരാളെ വധിക്കുന്നത്, അല്ലെങ്കിൽ മദ്യപിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏത് തെറ്റാണെങ്കിലും. ഇനി അതേപോലെ തന്നെ ചില ആളുകൾ അവർക്ക് തെറ്റിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതിൻ്റെ ആസ്വാദനത്തെ ആലോചിച്ചുകൊണ്ട് തെറ്റിനെ ആലോചിക്കും. ഒരു പാപം ആലോചിക്കണം, അപ്പോൾ ഇങ്ങനെയൊക്കെ ആസ്വാദനം ഉണ്ടാകും, അതിനൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കും അതിൻ്റെ കാര്യമെന്ന നിലക്കുള്ള രീതിയിലും ചിന്തിക്കാം. അപ്പോൾ ഒരാളുടെ ഇനാബത്ത് ശരിയാകുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഈ ചിന്തയിൽ പാപത്തെക്കുറിച്ചുള്ള ആസ്വാദനം ഒഴിവാകും. വആദ മക്കാനഹ അലമൻ വതവജ്ജുഅൻ ലിദിക്രിഹി, ആ ആസ്വാദനത്തിൻ്റെ സ്ഥാനത്ത് ആ തെറ്റിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനയും ബുദ്ധിമുട്ടുമായിരിക്കും പിന്നെ ഉണ്ടാവുക. വൽഫിഖ്റത്ത് ഫീഹി, അതുപോലെ തന്നെ ആ തെറ്റിനെക്കുറിച്ചിട്ടുള്ള ചിന്തയിലൊക്കെ ഒരു വേദനയും ബുദ്ധിമുട്ടൊക്കെ. ഫമാദാമത് ലദ്ദത്തുൽ ഫിക്രി ഫീഹി മൗജൂദത്തൻ ഫീ ഖൽബിഹി ഫഇനാബതുഹു ഗൈറു സാഫിയ, എപ്പോഴെല്ലാം അവൻ്റെ ചിന്തയിൽ അവൻ ആലോചിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ ആ പാപത്തിനെ ആലോചിക്കുമ്പോൾ അതിൻ്റെ ലദ്ദത്ത് അവൻ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ അവൻ്റെ ഇനാബത്ത് എന്തായിട്ടുള്ള ഏറ്റവും നല്ല നിലക്ക് ആയിട്ടില്ല. അതായത് ഒരാൾ തെറ്റിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവൻ്റെ ഉള്ളിലൊരു ആസ്വാദനമുള്ള നിലക്കാണ് അവൻ ആലോചിക്കുന്നത് എങ്കിൽ അവൻ്റെ ഇനാബത്ത് പരിപൂർണമായിട്ടില്ല. ആ തെറ്റിനെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് അതിനോട് വെറുപ്പുണ്ടാകുന്ന അവസ്ഥ വേണം. ഇപ്പോൾ ചില ആളുകൾ അവർ ഏതെങ്കിലും ഒരു തെറ്റ് ആസ്വദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സംഗീതം അല്ലെങ്കിൽ മദ്യപാനം ഉണ്ടാകാം, ചില ആളുകൾ അല്ലെങ്കിൽ വ്യഭിചാരം അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലുമൊക്കെ തിന്മകൾ, അതിനെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് അതിൻ്റെ ആസ്വാദനമാണ് അവൻ്റെ ഉള്ളിൽ വരുന്നത് എങ്കിൽ അവൻ മുനീബാകാനുള്ള യോഗ്യത ഇല്ല, അല്ലെങ്കിൽ അവൻ്റെ ഇനാബത്തിൽ സിദ്ഖില്ല. അവൻ ആ തെറ്റിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതിന് പകരം അതിനോടുള്ള വെറുപ്പും ഇഷ്ടക്കേടും അല്ലെങ്കിൽ ആ നിലക്കുള്ള ഒരു വേദനയും മറ്റുമെല്ലാം ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് അവൻ്റെ ഇനാബത്ത് പരിപൂർണമാകുന്ന അവസ്ഥ. സൽഫുകളിൽ വുഹൈബ് ബിൻ വറദ് റഹിമഹുള്ളയോട് ഒരിക്കൽ ചോദിക്കപ്പെട്ട ഒരു സംഭവം കാണാം.
മറ്റാ യഫ്ഖിദു ലദ്ദത്തുൽ ഇബാദ, എപ്പോഴാണ് ഒരാൾക്ക് ഇബാദത്തിൻ്റെ ആസ്വാദനം നഷ്ടപ്പെടുക എന്നുള്ളത്. പാപം ചെയ്യുമ്പോഴാണോ ഈ പാപം കഴിഞ്ഞിട്ടാണോ ചെയ്ത് കഴിഞ്ഞിട്ടാണോ ഉണ്ടാവുക? അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദാ ഹമ്മ ബിൽ മഅസിയ, പാപത്തെക്കുറിച്ച് ചിന്തിച്ചാൽ തന്നെ അവൻ്റെ ഇബാദത്തിലെ ലദ്ദത്ത് നഷ്ടപ്പെടാൻ തുടങ്ങും. അവൻ്റെ ഇബാദത്തിലെ ലദ്ദത്ത് നഷ്ടപ്പെടാൻ തുടങ്ങും. അപ്പോൾ ചിന്തകൾ എന്നുള്ളത് മനുഷ്യനെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്, വളരെയധികം സ്വാധീനിക്കും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് തന്നെ ദാഉദ് ദവാഇൽ, പാപങ്ങൾ ഒരാളിലേക്ക് കടന്നു വരുന്ന മാർഗങ്ങളിൽ ഖതറാത്തുകൾ പറയുന്നുണ്ട്. അഥവാ അവൻ്റെ ചിന്തകൾ എന്താണോ അതിനെ പിൻപറ്റിക്കൊണ്ട് അവൻ്റെ ജീവിതമാകുന്ന അവസ്ഥയുണ്ടാകും. അവൻ പാപങ്ങളെക്കുറിച്ചാണ് ചിന്ത കൂടുതൽ മുഴുകുന്നത് എങ്കിൽ അവൻ അതിലേക്ക് എത്തിപ്പെടുന്നത് അവനറിയാതെ തന്നെ അതിലേക്ക് അവൻ നയിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകും. അതല്ല, സൽക്കർമ്മങ്ങളെക്കുറിച്ചും അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിനെ പറ്റിയുമാണ് അവൻ കൂടുതൽ ചിന്തിക്കുന്നതെങ്കിൽ അവൻ അതിലേക്ക് എത്തിപ്പെടുന്ന അവസ്ഥയും ഉണ്ടാകും. അത് ഉലമാക്കൾ സുലൂക്കിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ്. അൽ ഹയാത്തു തബഅൻ ലി അഫ്കാരിക്, നിൻ്റെ ഫിക്റുകൾക്ക് പിന്നാലെയാണ് നിൻ്റെ ജീവിതം പോവുക. ഫൈൻ ഖീല, ഇനി ചോദിക്കപ്പെടുകയാണ്, ഒരു ഇതുമായി ബന്ധപ്പെട്ട ഒരു മസ്അല ഇബ്നുൽ ഖയ്യിം പറയുകയാണ്. ഇനി ഒരാൾ ചോദിക്കപ്പെടുകയാണ്, അയ്യുൽ ഹാലൈനി അഅല, ഈ രണ്ടവസ്ഥകളിൽ ഏതാണ് ഉത്തമമായിട്ടുള്ളത്, ശ്രേഷ്ഠമായിട്ടുള്ളത്? ഏതാണ് രണ്ടവസ്ഥ? അപ്പോൾ നമ്മൾ രണ്ടവസ്ഥ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഒന്ന്, മുനീബ് സിദ്ഖോടുകൂടി ആവണമെങ്കിൽ, സത്യസന്ധമായ ഇനാബത്താവണമെങ്കിൽ അവന് പാപത്തിനെ കുറിച്ചുള്ള ആസ്വാദനം അവനിൽ നിന്ന് ഒഴിവാകുന്ന അവസ്ഥ വേണമെന്ന് പറഞ്ഞു. രണ്ടാമത്തേത്, ആ ആസ്വാദനം ഉള്ളപ്പോൾ തന്നെ ആ തെറ്റ് ചെയ്യാതെ ഒഴിവാക്കുന്ന ആളുകളും ഉണ്ടാകും. അപ്പോൾ ഈ രണ്ടവസ്ഥ ഉണ്ട്. ഒന്ന്, അതിനോടുള്ള ആസ്വാദനമില്ലാതെ വെറുപ്പും അത് ആലോചിക്കുമ്പോൾ വിഷമം ഉണ്ടാകുന്ന ആളുകൾ. രണ്ട്, ആ പാപത്തിനെ കുറിച്ചുള്ള ആലോചിക്കുമ്പോൾ ആസ്വാദനം അവനുണ്ട്, അവൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ട്, പക്ഷെ എന്നിട്ടും ആ പാപം ചെയ്യാതെ പിടിച്ചു നിൽക്കുന്ന ജിഹാദ് ചെയ്യുന്ന ആളുകൾ. ഈ രണ്ടാളുകളുണ്ട്. ഇതിലേതാണ് അഅല? ഹാലുമൻ യജിദു ലദ്ദത ദംബി ഫീ ഖൽബിഹി ഫഹുവ യുജാഹിദുഹാ ലില്ലാഹ്. ഒന്നാമത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവന് പാപത്തിനെ കുറിച്ചുള്ള ആസ്വാദനം അവൻ്റെ ഉള്ളിലുണ്ട്, പക്ഷേ അള്ളാഹുവിന് വേണ്ടി അവൻ അതിനോട്, സ്വന്തം നഫ്സിനോട്, ആ ഇച്ഛയോട് ജിഹാദ് ചെയ്ത് ജീവിക്കുന്നവൻ. വയത്റുഖഹാ മിൻ ഖൗഫിഹി വ മഹബ്ബതിഹി വ ഇജ്ലാലിഹി, അവനാ തെറ്റിനെ, അവനാ പാപത്തെ ഒഴിവാക്കുന്നു അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയത്താലും അള്ളാഹുവിനോടുള്ള ഇഷ്ടത്താലും അള്ളാഹുവിന് മഹത്വം നൽകിക്കൊണ്ടും അവൻ എന്ത് ചെയ്യുകയാണ്? ആ പാപം ഒഴിവാക്കുകയാണ്, അവൻ ചെയ്യുന്നില്ല. ഔ ഹാലു മൻ മാതത് ലദ്ദതു ദംബി ഫീ ഖൽബിഹി, രണ്ടാമത്തെ ആള് പാപത്തിനോടുള്ള ആ ആസ്വാദനം, പാപം ചിന്തിക്കുമ്പോൾ അവൻ്റെ കൽബിലുണ്ടാകുന്ന ആസ്വാദനം ചത്തുപോയിട്ടുള്ളവൻ, അവൻ ആസ്വാദനം ഇല്ല, അവൻ അത്രത്തോളം വെറുപ്പും ഇഷ്ടമുള്ളൊരവസ്ഥയിലായിട്ടുണ്ട്. പാപം ആലോചിക്കുമ്പോൾ അതിനോടുള്ള ആസ്വാദനം മാറി അതിനോട് വെറുപ്പും ഒരു വേദനയും ഇഷ്ടക്കേടുമായിട്ട് മാറിയിട്ടുണ്ട്. വസാറ മകാനുഹ അലമൻ വ തവജ്ജുഅൻ വ തുമഅനീനത്തിൻ ഇലാ റബ്ബിഹി, അവൻ ആ പാപത്തിൻ്റെ ലദ്ദത്തിൻ്റെ സ്ഥാനത്ത് ആ പാപം ആലോചിക്കുമ്പോഴുള്ള വെറുപ്പും അതിനോടുള്ള വേദനയും ഒക്കെ മാത്രമേ ഉള്ളൂ. അതുപോലെ അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ച് സമാധാനം കൊള്ളുന്ന, വസുക്കൂനൻ ഇലൈഹി, അള്ളാഹുവിലേക്ക് ഒതുങ്ങുന്ന, വൽതിദാദൻ ബിഹുബ്ബിഹി, അള്ളാഹുവിനോടുള്ള ഇഷ്ടം ആസ്വദിക്കുന്ന അവസ്ഥയിലാണ്, വതനഉമൻ ബിദിക്രിഹി, അള്ളാഹുവിനെ ഓർക്കുന്നത് ആസ്വദിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് അവനായിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ടാളുകളിൽ, അല്ലെങ്കിൽ ഈ രണ്ടവസ്ഥ, ഒരാളിൽ തന്നെ ഈ രണ്ടവസ്ഥ ഉണ്ടാകാം, ഒരാളിൽ തന്നെ ഈ രണ്ടവസ്ഥകൾ വ്യത്യസ്ത ഘട്ടത്തിൽ കടന്നു പോകുന്നുണ്ടാകാം. അപ്പോൾ ഈ രണ്ടവസ്ഥയുള്ള അവസ്ഥകളിൽ ഏതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്? ഈ താല്പര്യത്തിനോട്, ആസ്വാദനത്തിനോടൊപ്പം അതിനോട് ജിഹാദ് ചെയ്യലാണോ, അല്ലെങ്കിൽ ആസ്വാദനമില്ലാതെ അള്ളാഹുവിലേക്ക് ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിൽ മുഴുകുന്ന അവസ്ഥയിലായി നിൽക്കലാണോ? ഇതിലേതാണ് ഉത്തമം? ഖീല, പറയപ്പെടുന്നു, അല്ലെങ്കിൽ ഈ മസലയെ ചർച്ച ചെയ്യപ്പെടുന്നു, ഹാലു ഹാദാ അർഫഉ വ അക്മലു, രണ്ടാമത് പറഞ്ഞ, അല്ലെങ്കിൽ ആ പാപത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, തെറ്റിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഉണ്ടാകുന്ന ആസ്വാദനം ഇല്ലാതായിട്ടുള്ള, അല്ലെങ്കിൽ അതിന് പകരം ആ തെറ്റിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഭയവും അതുപോലെ തന്നെ ദുഃഖവും വിഷമവുമായി തീർന്നിട്ടുള്ള അവസ്ഥയിലുള്ള ഒരാൾ, ആ അവസ്ഥയിലെത്തുക എന്നുള്ളത്, അതാണ് പരിപൂർണമായിട്ടുള്ളത്, അതാണ് പരിപൂർണമായതും ഉന്നതമായതും. വഗായത്തു സാഹിബിൽ മുജാഹദ, കാരണം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന, അതായത് ആ ആസ്വാദനം ഉണ്ടായിട്ടും ആ പാപം ചെയ്യാതെ ജിഹാദ് ചെയ്യുന്ന ആളിൻ്റെ ലക്ഷ്യം എന്താണ്? ഈ അവസ്ഥയിലെത്തണം എന്നാണ്. അവൻ്റെ ഗായത്ത് എന്താണ്? ഗായത്ത് എന്ന് പറഞ്ഞാൽ അവൻ്റെ അവസാന ഉദ്ദേശ ലക്ഷ്യം എന്താണ്? ഈ അവസ്ഥയിലെത്തണം എന്നാണ്. അൻ യുജാഹിദ നഫ്സഹു ഹത്താ യസില ഇലാ മഖാമി ഹാദാ,
വമൻസിലത്തിഹി, അവൻ്റെ ഉദ്ദേശം സ്വന്തത്തിനോട് ജിഹാദ് ചെയ്തിട്ട് ഈ മറ്റേ അവസ്ഥയിൽ ഇതിനോട് വെറുപ്പുണ്ടാകുന്ന, ഇതിനോട് ഇഷ്ടക്കേടുണ്ടാകുന്ന അവസ്ഥയിൽ എത്തണമെന്നുള്ളതാണ് ഈ ജിഹാദ് ചെയ്യുന്നവൻ്റെ ആഗ്രഹവും താല്പര്യവുമെല്ലാം. വലാകിന്നഹു താലീഹി ഫിൽ മൻസിലത്തി വൽ ഖുർബ് വമനൂതും ബിഹി, എന്നാൽ ഇവൻ ആ ആദ്യം പറഞ്ഞ അഥവാ ഉന്നതമായ ദർജയിൽ പറഞ്ഞിട്ടുള്ള ആളുടെ ഒപ്പം തന്നെ അതിനെ തുടർന്ന് തന്നെ ഉണ്ട്, അതിനോട് അടുത്തിട്ട് തന്നെ ഉണ്ട്, അതിനോട് ചേർന്ന് കിടക്കുന്ന തന്നെ ഉണ്ട്. പക്ഷേ ഈ ഒരു വ്യത്യാസം വരുന്നുണ്ട് എന്ന് മാത്രം. ഫൈൻ ഖീല, ഇനി ചോദിക്കപ്പെടുകയാണ്, ഫൈന അജ്റു മുജാഹദത്തി സാഹിബിൽ ലദ്ദ, ഈ പാപത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴുണ്ടാകുന്ന ആസ്വാദനമുണ്ടായിട്ടും ജിഹാദ് ചെയ്യുന്ന ആളുടെ പ്രതിഫലം അതെവിടെയാണ്? എന്താണ് അവൻ്റെ പ്രതിഫലം? അപ്പോൾ വതർക്കിഹി മഹാബിഹി ലില്ല, അവനവന് ആ ഇഷ്ടമുള്ള കാര്യം അല്ലെങ്കിൽ അവന് താല്പര്യമുള്ള കാര്യം ഒഴിവാക്കുന്ന എന്താ? അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്. വ ഇസാരിഹി ലില്ലാഹി അലാ ഹവാഹ്, അവന് സ്വന്തം ഇച്ഛയെക്കാളും അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് അവൻ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ചെയ്യാതെ ഒഴിവാക്കണം, അതിന് ഇഷ്ടം ഉണ്ടായിട്ടും ആസ്വാദനം ഉണ്ടായിട്ടൊക്കെ. വബിഹാദാ കാന നൗഉൽ ഇൻസാനി അഫ്ളല മിന നൗഉൽ മലക്കി ഇൻദ അഹ്ലി സുന്ന, അതുകൊണ്ടാണ് മനുഷ്യൻ്റെ ഈ ഒരു അവസ്ഥ എന്നുള്ളത് മലക്കിൻ്റെ അവസ്ഥയേക്കാൾ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ അഫ്ളലാണെന്ന് പറയാനുള്ള കാരണം. അഥവാ ഉലമാക്കൾക്കിടയിൽ ചർച്ചയുള്ളൊരു കാര്യമാണ്, മനുഷ്യനാണോ മലക്കാണോ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഉന്നതമായ സൃഷ്ടി, അഥവാ സൃഷ്ടികളിൽ ഏറ്റവും മഹത്തരമായിട്ടുള്ളത് ഉന്നതരായിട്ടുള്ളത് മനുഷ്യനാണോ മലക്കാണോ എന്നുള്ള ഒരു ചർച്ച വന്നിട്ടുണ്ട്. അതിൽ ഒരു കൂട്ടം പണ്ഡിതന്മാർ സഹാബികളിൽ നിന്ന് തന്നെ ഈ വിഷയത്തിൽ അസറുകൾ വന്നത് കാണാം. ഒരു വിഭാഗം പറഞ്ഞിട്ടുള്ളത് മനുഷ്യരാണ് എന്നുള്ളതാണ്. അതിനുള്ള കാരണമാണ് അവർ പറഞ്ഞത് എന്താണ്? മലക്കുകൾക്ക് എന്തില്ല? അവർക്ക് പാപത്തിനോടുള്ള താല്പര്യമോ അല്ലെങ്കിൽ ശരിയും തെറ്റും തക്കല്ലുഫില്ല, ശരിയും തെറ്റും വേർതിരിച്ചെടുക്കേണ്ട അല്ലെങ്കിൽ സ്വന്തത്തിനോട് ജിഹാദ് ചെയ്യേണ്ട അവസ്ഥയൊന്നുമില്ല. അതുകൊണ്ട് ഇൻസാനിയത്താണ്, മനുഷ്യനാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ളത് എന്ന് പറഞ്ഞത് കാണാം. എന്നാൽ ഇതിന് മറുപടി എന്നോണം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, മനുഷ്യനോട് പാപം ചെയ്യുന്നു അല്ലെങ്കിൽ തെറ്റുകൾ പറ്റുന്നു, മലക്കുകൾ അള്ളാഹിനെ പൂർണ്ണമായി അനുസരിക്കുകയാണ്, അതുകൊണ്ട് മലക്കുകളാണ് എന്നുള്ള അഭിപ്രായം കാണാം. അതിലേറ്റവും ഒരു വിശാലമായി അല്ലെങ്കിൽ കൂടുതൽ ശരിയായി നമുക്ക് മനസ്സിലാക്കിയത് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം ഈ ഒരു അഭിപ്രായമാണ്. പണ്ഡിതന്മാർ പറഞ്ഞത്, ദുനിയാവിൽ വെച്ച് നോക്കും മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് മലക്കുകളാണ് അഫ്ളൽ, കാരണം മനുഷ്യൻ തെറ്റ് ചെയ്യുന്നുണ്ടാകും, മലക്കുകളത് ചെയ്യുന്നില്ല. എന്നാൽ ഇവിടുത്തെ ജീവിതം പരിപൂർണമായി അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിച്ച് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവിടെ മനുഷ്യനാണ് ഏറ്റവും ഉത്തമനായിട്ടുള്ള സൃഷ്ടി. കാരണം മനുഷ്യന് ഖിദ്മത്ത് ചെയ്യാനാണ് അവിടെ മലക്കുകൾ ഉണ്ടാവുക. അപ്പോൾ ഇതിൽ വിജയിച്ച ആളുകളെ അഥവാ യഥാർത്ഥ മുഅ്മിനീങ്ങളും സ്വർഗാവകാശികളും വെച്ച് നോക്കുമ്പോൾ അവരാണ് ഈ മലക്കുകളെക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള പദവിയിലുള്ളത് എന്ന നിലക്ക് കാണാം. ചുരുക്കത്തിൽ മനുഷ്യൻ്റെ പദവി പ്രത്യേകം ശ്രേഷ്ഠതയുള്ളതാണ്. അതിൻ്റെ പരിപൂർണത ആ വിജയിക്കുന്ന ആളുകൾ മുഅ്മിനീങ്ങൾക്ക് സ്വർഗത്തിലാണ് ഉള്ളത് എന്ന്. അതാണ് ചർച്ച. അപ്പോൾ ഇവിടെ ഇബ്നുൽ ഖയ്യിം പറഞ്ഞത്, അതുകൊണ്ടാണ് പണ്ഡിതന്മാർ അഹ്ലുസുന്നയിലെ ധാരാളം പണ്ഡിതന്മാർ മനുഷ്യൻ്റെ ആ ഇനമാണ് മലക്കിൻ്റെ ഇനത്തേക്കാൾ അഫ്ളൽ എന്ന് പറയാനുള്ള കാരണം അവൻ സ്വന്തത്തിനോട് അവൻ്റെ ഇഷ്ടത്തിനേക്കാൾ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന്, അവൻ്റെ തൃപ്തിയേക്കാൾ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക്, അവൻ്റെ ഇച്ഛയേക്കാൾ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യുന്നത്. വകാനു ഖൈറുൽ ബരിയ, അങ്ങനെയുള്ളവനാണ് ഖൈറുൽ ബരിയ, ഏറ്റവും ഉത്തമനായിട്ടുള്ള സൃഷ്ടിയായിത്തീരുന്നത്. വൽമുത്മഇന്നു ഖദ് ഇസ്തറാഹ മിൻ ഹാദിഹിൽ മുജാഹദ, ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ആളുണ്ടല്ലോ, അഥവാ പാവത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ അതിനോട് വെറുപ്പും ബുദ്ധിമുട്ടൊക്കെ ഉള്ള അവസ്ഥ, അതായത് അതിനോട് താല്പര്യമില്ല, അവനോട് ലദ്ദത്തില്ല, അവനതിനോട് വെറുപ്പാന്ന് തോന്നുന്നു. അങ്ങനെയുള്ള അവസ്ഥയിലെത്തിയവൻ ഈ ഒരു മുജാഹദത്ത് റാഹത്ത് കിട്ടിയവനാണ്, ഒഴിവായവൻ, അവന് ഇതിൻ്റെ ആവശ്യമില്ല. വഊഫിയ മിൻഹ, അതിൽ നിന്ന് ആഫിയത്ത് ലഭിച്ചിട്ടുണ്ട് അവന്, കാരണം അവന് പിന്നെ ഈ ജിഹാദ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഫബൈനഹുമാ മിനത് തഫാവുതി മാ ബൈന ദറജത്തിൽ മുആഫ വൽ മുബ്തല, അപ്പോൾ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആഫിയത്തുള്ളവനും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവനും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ്. അഥവാ ഒരാൾ ആഫിയത്തുണ്ട്, ആരോഗ്യത്തിൻ്റെ വിഷയത്തിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ, ഒരാൾക്ക് നല്ല ആരോഗ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവൻ ഏതുപോലെയാണ്? ആ ലദ്ദത്തില്ലാത്ത, പാവത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ലദ്ദത്തില്ലാതെ വെറുപ്പുണ്ടാകുന്ന രീതിയിൽ അള്ളാഹുവിനെ തൃപ്തി ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്യുന്നതിനെ പോലെയാണ്. എന്നാൽ ഒരാൾ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ട് ക്ഷമിക്കുകയാണ്, രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടാൽ ക്ഷമിച്ച് ജീവിക്കുകയാണ്, അവൻ്റെ അവസ്ഥ എന്താണ്? അവൻ ഈ മുജാഹദ് ചെയ്യുന്നവനെ പോലെയാണ്. അഥവാ സ്വന്തം ഈ പാവത്തിനോടുള്ള ആസ്വാദന താല്പര്യമൊക്കെ ഉണ്ടായിരിക്കെ തന്നെ അള്ളാഹുവിന് വേണ്ടി ജിഹാദ് ചെയ്യുന്ന ഈ ഒരു വ്യത്യാസം പോലെയാണ് ഇവിടെ ഈ രണ്ടാളുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് ഇബ്നുൽ ഖയ്യിം പറയുകയാണ്. ഇതിൻ്റെ ആകത്തുക ഏറ്റവും ഉന്നതമായ സ്ഥാനവും ദർജയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പാപങ്ങളെക്കുറിച്ചിട്ടുള്ള ആസ്വാദനം ഒഴിവായി അവൻ്റെ ഖൽബ് അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ ഒതുങ്ങിയിട്ടുള്ളതാണ്. ഇനി അതൊന്നുകൂടിയും കൃത്യമായി ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞ ചില ഉദാഹരണങ്ങളിലൂടെ അല്ലെങ്കിൽ ചില പദപ്രയോഗങ്ങളിലൂടെ തന്നെ ഇബ്നു ഖയ്യിം പറയുന്നുണ്ട്. ഖീല അന്നഫ്സു ലഹാ സലാസതു അഹ്വാൽ. ഉലമാക്കൾക്കിടയിൽ പറയപ്പെടുന്ന കാര്യമാണ്, ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒരു നഫ്സിന്, ഒരാളുടെ മനസ്സിന് 3 അവസ്ഥകളുണ്ടാകും. അൽഅംറു ബിദ്ദംബ്, ഒന്നാമത്തേത് പാപത്തിനെ കൽപ്പിച്ചുകൊണ്ടുള്ള അവസ്ഥ. പാപത്തിനെ കൽപ്പിച്ചുകൊണ്ടുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ പാപം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന നിലക്കുള്ള അവസ്ഥ. നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും, ചില സമയത്ത് പാപങ്ങളെക്കുറിച്ചുള്ള താല്പര്യവും പാപങ്ങളെക്കുറിച്ചുള്ള ചിന്തയും എല്ലാം വളരെയധികം കൂടുതലായിരിക്കുന്ന അവസ്ഥയുണ്ടാവും. തെറ്റ് ചെയ്യാനുള്ള പ്രേരണ കൂടുന്ന, അല്ലെങ്കിൽ തെറ്റിനെക്കുറിച്ച് മാത്രം ചിന്ത വരുന്ന, മനസ്സ് പ്രേരിപ്പിക്കുന്ന ഒരവസ്ഥ. തുമ്മല്ലൗമു അലൈഹി വന്നദ്മു മിൻഹു, രണ്ടാമത്തേത് ആ പാപത്തിൽ നിന്ന്, പാപം ചെയ്തതിൻ്റെ പേരിൽ ഖേദവും അതിനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു തോന്നലും ഒരു വിഷമവും ഒക്കെ ഉണ്ടാകുന്ന നഫ്സുൽ ലവ്വാമ. സൂറത്തുൽ ഖിയാമയിൽ അല്ലാഹു പറഞ്ഞതുപോലെയുള്ള നഫ്സ്, തെറ്റിനെക്കുറിച്ച്, ചെയ്തു പോയ തെറ്റിനെക്കുറിച്ച് ഖേദം വരുന്ന ആ നിലക്കുള്ള നഫ്സ്. ثم الطمأنين إلى ربها والإقبال بكليتها عليه, മൂന്നാമത്തേത് തുമഅനീനത്തുള്ള നഫ്സ്. നഫ്സുൽ അമ്മാറത്തു ബിസ്സു സൂറത്ത് യൂസുഫിലുണ്ട്, നഫ്സുൽ ലവ്വാമ സൂറത്ത് ഖിയാമയിലുണ്ട്, നഫ്സുൽ മുത്മഇന്ന സൂറത്തുൽ ഫജ്റിലുണ്ട്. ആ മുത്മഇന്നത്തായ തുമഅനീനത്തിൽ, അഥവാ പൂർണ്ണമായി അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, അള്ളാഹുവിൻ്റെ വിരോധനങ്ങൾ, അള്ളാഹുവിൻ്റെ ഇഷ്ടങ്ങൾ അത് മാത്രം അവൻ്റേതുമായി തീരുന്ന അവസ്ഥയുള്ള നഫ്സ്. അപ്പോൾ ഒരാളുടെ മനസ്സ് ഈ 3 അവസ്ഥയിലുണ്ടാകും, ഈ 3 ഹാലുകൾ ഉണ്ടാകും. എന്നിട്ട് പറയാണ് വഹാദിൽ ഹാലു അഅ്ലാ അഹ്വാലിഹ, ഇതിൽ അവസാനം പറഞ്ഞ മുത്മഇന്നത്തായ നഫ്സാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ. അഅ്ലാ അഹ്വാലിഹ വർഫഇഹ, ഏറ്റവും ഉന്നതമായിട്ടുള്ളത്. വഹിയല്ലത്തി യുശമ്മിറു ഇലൈഹൽ മുജാഹിദ്, ആ ഒരു ദർജയിലെത്താനാണ് ബാക്കിയുള്ള നഫ്സുൽ ലവ്വാമയുടെ ആളുകളും നഫ്സുൽ അമ്മാറത്ത് ബിസ്സൂഇൻ്റെ അതിനുള്ള ആളുകളൊക്കെ പരിശ്രമിച്ച് ജിഹാദ് ചെയ്യുന്നതിന് ആ തുമഅനീനത്തിൻ്റെ അവസ്ഥയിലെത്താനാണ്. വമാ യഹ്സുലു ലഹു മിൻ സവാബി മുജാഹദതിഹി വസബ്രിഹി ഫഹുവ وما يحصل له من ثواب مجاهدته وصبره فهو لتشميره إلى درجة الطمأنينة إلى الله. അവന് ഈ ഒരു ജിഹാദിൻ്റെയും ഈ പരിശ്രമത്തിൻ്റെയും ക്ഷമയുടെയും എല്ലാം പ്രതിഫലം ലഭിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ലഭിക്കുന്നത് പരിപൂർണമായിട്ട് അവൻ നേടുന്നത് എപ്പോഴാണ്? അവന് ഏതവസ്ഥയിലെത്തുമ്പോഴാണ്? ഈ തുമഅനീനത്തിൻ്റെ അവസ്ഥയിലെത്തുമ്പോഴാണ്. ഫഹുവ ബിമൻസിലത്തി റാകിബിൽ ഖിഫാരി വൽ മഹാമ والأهوال ليصل إلى البيت فيطمئن قلبه برؤيته والطواف به. അവൻ ഏതുപോലെയാണ്? ഈ മുജാഹിദത്ത് ചെയ്യുന്നവൻ ഏതുപോലെയാണ്? വഹുവ ബിമൻസിലത്തി റാകിബിൽ ഖിഫാരി വൽ മഹാമിഹി, അഥവാ വിദൂരമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് എത്താൻ വേണ്ടി യാത്ര പോകുന്ന ഒരുവരെ പോലെയാണ്. വൽ അഹ്വാൽ, ആ ഇടയിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ താണ്ടി ചെയ്യുന്നത് പോലെ. ലിയസില ഇലൽ ബൈത്തി, എന്തിനു വേണ്ടി? അവൻ ലക്ഷ്യം വെച്ചിട്ടുള്ള അവൻ്റെ ഭവനത്തിലേക്ക്. ഇവിടെ ഉദ്ദേശം ഒരു കഅബയാണ്, ഹജ്ജിനെത്തുന്നത് പോലെ. ഫയത്മഇന്നു ഖൽബുഹു ബിറുഇയതിഹി വത്വവാഫി ബിഹി, ആ കഅബയെ കാണുമ്പോൾ, അതിനെ ത്വവാഫ് ചെയ്യുമ്പോൾ, ത്വവാഫ് ചെയ്യുന്നത് കാണുമ്പോൾ അവൻ എന്താകും? അവന് ഖൽബ് സമാധാനം കൊള്ളും. അതുപോലെയാണ് ജിഹാദ് ചെയ്യുന്നവൻ. വല്ലാഖർ, എന്നാൽ മറ്റവൻ്റെ അവസ്ഥ എന്താണ്? അതായത് തുമഅനീനത്തിൽ എത്തിയവൻ്റെ അവസ്ഥ എന്താണ്? ബിമൻസിലത്തി മൻ ഹുവ മശ്ഗൂലുൻ ബിഹി ത്വായിഫൻ വഖായിമൻ, അവൻ ത്വവാഫ് ചെയ്തുകൊണ്ടും നിന്ന് നിസ്കരിച്ചു കൊണ്ടൊക്കെ തിരക്കിലാകപ്പെട്ടവനെ പോലെയാണ്. അവൻ അതിൽ ബിസിയാണ്. വറാക്കിഅൻ വസാജിദൻ, അവനവിടെ റുക്കൂയിലും സുജൂദിലുമായിക്കൊണ്ടിരിക്കുകയാണ്. ലൈസ ലഹു ഇൽത്തിഫാത്തുൻ ഇലാ ഗൈരിഹി, അവന് വേറെ ഒന്നിലേക്കും ചിന്തയോ മറ്റൊന്നുമില്ല. ഫഹാദ മശ്ഗൂലുൻ ബിൽ ഗായ, ഇവൻ എന്താണോ ലക്ഷ്യം ആ ലക്ഷ്യത്തിൽ മുഴുകിക്കിടക്കുകയാണ്. വദാക ബിൽ വസീല, മറ്റവൻ എന്താണ്? വസീലയിലാണ്, അഥവാ എത്തിച്ചേരേണ്ട യാത്രയിലാണ് ജിഹാദ് ചെയ്യുന്ന ഒരുവനുള്ളത്. മറ്റവൻ അവിടെ എത്തിയിട്ട് അതിൻ്റെ തിരക്കുകളിൽ മുഴുകിയവനെ പോലെയാണ്. വകുല്ലുൻ ലഹു അജ്റുൻ, അതിൽ ഓരോരുത്തർക്കും പ്രതിഫലമുണ്ട്. വലാകിൻ ബൈന അജ്രിൽ ഗായാതി വഅജ്രിൽ വസായിൽ ബൗനുൻ, പക്ഷേ ലക്ഷ്യത്തിലെത്തുമ്പോൾ കിട്ടുന്ന പ്രതിഫലവും ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി ഇടയിലുള്ള അവസ്ഥയിൽ നിൽക്കുന്നതിൻ്റെ പ്രതിഫലവും തമ്മിൽ വ്യത്യാസമുണ്ടായിരിക്കും. അപ്പോൾ അവിടെ പറഞ്ഞത് തുമഅനീനത്തിലെത്തുന്ന, അല്ലെങ്കിൽ ആ മുനീബ് പരിപൂർണമാകുന്നത് ഒരുവൻ ഈ ഒരു അവസ്ഥയിലാകുമ്പോഴാണ്, തുമഅനീനത്തുൻ നഫ്സ് ഉണ്ടാകുമ്പോഴാണ്. അവൻ ഗായത്തിലെത്തിയവനാണ്, അവൻ്റെ ലക്ഷ്യത്തിലെത്തിയവനാണ്. മറ്റേ ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വസീലയിലാണ്, അവനും പ്രതിഫലം ഉണ്ടാകും, പക്ഷെ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടാകും.
എന്നിട്ട് പറയാണ് وما يحصل للمطمئن من الأحوال والعبودية والإيمان فوق ما يحصل لهذا المجاهد نفسه في ذات الله تعالى وإن كان أكثر عملا فقدر عمل المطمئن المنيب بجملته وكيفيته أعظم. ഇവിടെ പറയാണ്, നമ്മൾ പറഞ്ഞ രണ്ടാളെ പറഞ്ഞല്ലോ, അതിൽ മുത്മഇന്നായിട്ടുള്ള ആൾ, പിന്നെ മുത്മഇന്നു നഫ്സായിട്ട് എത്തിയിട്ടുള്ള ആൾ, അവൻ്റെ ഇബാദത്തുകൾ, അവൻ്റെ ഈമാൻ, അവൻ്റെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ഈ മുജാഹിദായിട്ടുള്ള ആൾ, അള്ളാഹ്ക്ക് വേണ്ടി ജിഹാദ് ചെയ്യുന്ന, സ്വന്തത്തിനെതിരെ ജിഹാദ് ചെയ്യുന്ന ആൾ കൂടുതൽ അമൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞ മുത്മഇന്നായ ആളുടെ അളവിൽ എത്തുകയില്ല. ഫഖദ്റു അമലിൽ മുത്മഇന്നിൽ മുനീബ് ജുംലതിഹി വ കൈഫിയതിഹി അഅളം. അതായിരിക്കും ശ്രേഷ്ഠമായിട്ടുള്ളത്, മഹത്തരമായിട്ടുള്ളത്. അതായത് രണ്ടവസ്ഥ നമ്മൾ പറഞ്ഞു, രണ്ടാളായിട്ട് ചിന്തിക്കുക. ഒന്ന്, പാപത്തിനോടുള്ള ഇഷ്ടവും താല്പര്യവും ആസ്വാദനവും ഉണ്ടായിരിക്കെ അതിനെതിരെ ജിഹാദ് ചെയ്യുന്നവൻ. രണ്ട്, ആ ജിഹാദൊക്കെ കഴിഞ്ഞ് ലക്ഷ്യസ്ഥാനത്ത് അതിൻ്റെ ആസ്വാദനം ഒഴിവായിട്ട് എത്തിയിട്ടുള്ള ഒരുവൻ. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ, മുഖയും പറയുന്നത്, ഈ ലക്ഷ്യത്തിലെത്തിയ തുമനീനത്തുൽ ഖൽബ് അൽ നഫ്സിലെത്തിയ ഒരുവൻ, അവൻ്റെ ഈമാനും ഉബൂദിയത്തുകളും, അവൻ്റെ വിശ്വാസം, അവൻ്റെ കർമ്മങ്ങൾ, അവൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഈ ജിഹാദ് ചെയ്യുന്നവനേക്കാൾ കുറവാണെങ്കിൽ പോലും, അമലുകൊണ്ട് ബാഹ്യമായി നോക്കുന്ന കർമ്മങ്ങൾ കൊണ്ട് കുറവാണെങ്കിൽ പോലും, ഈ തുമനീനത്തിലെത്തിയവൻ്റെ കർമ്മങ്ങളാണ് കൂടുതൽ മഹത്തരമായതും ശ്രേഷ്ഠമായതും മൊത്തത്തിൽ. വൈൻ കാന ഹാദൽ മുജാഹിദു അക്തറ അമലൻ, ഈ ജിഹാദ് ചെയ്യുന്നവൻ കർമ്മങ്ങളുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ, അളവ് വെച്ച് നോക്കുമ്പോൾ കൂടുതലായി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആ തുമനീനത്തു നഫ്സിലെത്തിയവൻ്റേതാണ് അഅളമായിട്ടുള്ളത്. വദാലിക ഫദ്ലുല്ലാഹി യുഅ്തീഹി മൻ യശാ, അത് അല്ലാഹു തആല അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്ന ഒരു ഫദ്ലാണ്, ഔദാര്യമാണ്. എന്നിട്ട് അതിന് ഒരു ഏറ്റവും നല്ല ഉദാഹരണം പറയുകയാണ്. ഫമാ സബഖ സിദ്ദീഖു അസ്സഹാബത ബികസ്റതി അമലിൻ. ഇത് സലഫുകളുടെ ഇടയിൽ അറിയപ്പെട്ടൊരു വാക്കാണ്. സിദ്ദീഖ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനാണ്, നമുക്ക് സംശയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞാൽ, നബിമാർ കഴിഞ്ഞു കഴിഞ്ഞാൽ സൃഷ്ടികളിൽ സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കുന്ന ഉമ്മത്തിലെ ഏറ്റവും അഫ്ളലായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള വ്യക്തിയാണ്, അതിലൊരു സംശയവുമില്ല. എന്നാൽ ഈ സ്വഹാബി, ബാക്കിയുള്ള ഒരുപാട് സ്വഹാബികളെക്കാൾ ഈ ശ്രേഷ്ഠത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് കിട്ടിയത് ബികസ്റത്തി അമൽ കൊണ്ടല്ല, മറ്റുള്ളവരെക്കാൾ കൂടുതൽ കർമ്മം ചെയ്തു എന്നുകൊണ്ടല്ല. വഫീഹിം മൻ ഹുവ അക്സർ സിയാമൻ വഹജ്ജൻ വഖിറാഅത്തൻ വസ്വലാത്തൻ മിൻഹു. കാരണം സ്വഹാബികളിൽ ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനേക്കാൾ നോമ്പ് കൊണ്ടും ഹജ്ജ് നിർവഹിക്കുന്നത് കൊണ്ടും ഖുർആൻ പാരായണം കൊണ്ടും നിസ്കാരം കൊണ്ടുമെല്ലാം മുൻപന്തിയിലുള്ള പല സ്വഹാബികളും ഉണ്ടായിട്ടുണ്ട്. പല സ്വഹാബികളും ധാരാളം സൽക്കർമ്മങ്ങൾ മുന്നേറിയവരായിട്ട് ഉണ്ടായിട്ടുണ്ട്. വലാകിൻ ബി അംരിൻ ആഖർ ഖാമ ബിഖൽബിഹി. പക്ഷെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ഉന്നതമായ സ്ഥാനത്തെത്താനുള്ള കാരണം മറ്റെന്തോ ഒരു കാര്യമാണ്, അത് ഖൽബിലുണ്ടായിരുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഖൽബിലുണ്ടായിരുന്നത്. ഈ സലഫുകളെല്ലാം പറയാറുള്ള വളരെ അറിയപ്പെട്ടൊരു വാക്കാണ്. എന്തോ ഒരു കാര്യം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഖൽബ് പ്രത്യേകമായിട്ടുണ്ടായിരുന്നു. ചില പണ്ഡിതന്മാർ, സലഫുകളിൽ ചിലർ തന്നെ അതിനെ തഫ്സീർ ചെയ്തപ്പോൾ പറഞ്ഞത് ഹുബ്ബുല്ലാഹി വനസീഹത്തുലിൽ മുസ്ലിമീൻ എന്നുള്ളത് പറഞ്ഞ് കാണാം. അള്ളാഹുവിനോടുള്ള ഇഷ്ടവും മുസ്ലിമീങ്ങളോടുള്ള നസീഹത്തായിരുന്നു എന്ന നിലക്കൊക്കെ ചിലർ അതിനെ തഫ്സീർ ചെയ്തിട്ട്, എന്തായാലും വേറെ എന്തോ ഒരു പ്രത്യേകമായ കാര്യം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഖൽബിൽ ഉണ്ടായതുകൊണ്ടാണ് ആ സ്ഥാനത്തെത്തിയത്. അമലുകൾ, ബാഹ്യമായ കർമ്മങ്ങളുടെ അളവ് നോക്കുകയാണെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനേക്കാൾ ഖുർആൻ പാരായണത്തിലും ഹിഫ്ളിലും നിസ്കാരത്തിലും ഹജ്ജിലും ഇബാദത്തുകളിലൊക്കെ മുന്തിയ ധാരാളം ആളുകൾ സ്വഹാബികളുടെ കൂട്ടത്തിൽ വേറെയുമുണ്ട്. ഹത്താ ഇൻ അഫ്ളല സ്വഹാബത്തി കാന യുസാബിഖു വലാ യറാഹു ഇല്ലാ അമാമഹു. എത്രത്തോളം വെച്ച് കഴിഞ്ഞാൽ ആ സ്വഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും മുന്തിയ ആള്, ഏറ്റവും മുന്തിയതായി എത്തി നോക്കിയാലും അവരുടെ മുമ്പിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടാവും. ആ നിലക്ക് സ്ഥാനം കൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു മുമ്പിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ അത് കസ്റത്ത് അമൽ കൊണ്ടായിരുന്നില്ല എന്നുള്ളത്. ഇത് അമൽ ചെയ്യുന്ന മോശമെന്നല്ല പറയുന്നത്, പക്ഷെ അതിനേക്കാൾ അപ്പുറത്തേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എത്തിച്ചേർന്ന ഒരു പദവി അവിടെ ഉണ്ട് എന്നറിയിക്കാനാണ്. വലാകിൻ ഉബൂദിയത മുജാഹിദി നഫ്സിഹി അല ലദ്ദത്തി ദം വശഹ്വ ഖദ് തകൂനു അശഖ്. ഇവിടെ ഈ മുജാഹിദായിട്ടുള്ള സ്വന്തം നഫ്സിനോട് മുജാഹദത്ത് ചെയ്യുന്ന ഒരുവൻ, അവൻ്റെ ഉബൂദിയത്ത്, അള്ളാഹുവിനോട് കാണിക്കുന്ന ഇബാദത്ത് എല്ലാം, അവൻ്റെ ഷഹ്വത്തും അവൻ്റെ പാപത്തിനോടുള്ള ആസ്വാദനവും താല്പര്യവും ഒക്കെ പിടിച്ചു വെച്ച് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്.
വളരെ മശക്കത്ത് സഹിച്ചിട്ടാണ് അവൻ ചെയ്യുന്നത്. വലാ യൽസമു മിൻ മശഖത്തിഹാ തഫ്ളീലുഹാ ഫിദ്ദറജ. പക്ഷേ അവനത് സഹിക്കുന്നുണ്ട് എന്നുള്ളത്, അവനാ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് ഒരിക്കലും അവൻ്റെ ദറജ കൂട്ടുന്നില്ല. അതായത് അവൻ കുറേ കഷ്ടപ്പെടുന്നുണ്ട്, അവൻ കുറേ ബുദ്ധിമുട്ടിയിട്ടാണ് അത് ചെയ്യുന്നത് എന്നുള്ളത് ഒരിക്കലും അവൻ്റെ ദറജയെ കൂട്ടുന്നില്ല. ഫഅഫ്ദലുൽ അഅ്മാലി അൽ ഈമാനു ബില്ലാഹ്. കാരണം കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും അഫ്ദലായിട്ടുള്ളത് അൽ ഈമാനു ബില്ലാഹ്, അള്ളാഹുവിലെ വിശ്വാസമാണ്. വൽ ജിഹാദു അശഖ്ഖു മിൻഹു. ജിഹാദ് അതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതായത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക എന്നുള്ളത്, അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നുള്ളതിനേക്കാൾ മശക്കത്ത് നിറഞ്ഞ ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടൊക്കെ ഉള്ള ഒരു കാര്യമാണ് അള്ളാഹിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക എന്നുള്ളത്. ഈമാൻ എന്നുള്ളത് നോക്കുകയാണെങ്കിൽ മശക്കത്ത് കുറവാണ്. പക്ഷേ അൽ ഈമാൻ ബില്ലയാണ് അൽ ജിഹാദു ഫീ സബീലില്ലയേക്കാൾ അഫ്ളലായിട്ടുള്ള കാര്യം. അശഖ്ഖു മിൻഹു വഹുവ താലീഹ് ഫി ദറജ. ദറജയിൽ ആ ഈമാനിന് ശേഷമാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിൻ്റെ ദറജ വരുന്നത്. പക്ഷേ ബുദ്ധിമുട്ട് നോക്കുകയാണെങ്കിലോ, കഷ്ടപ്പാട് നോക്കുകയാണെങ്കിലോ, അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നുള്ളത് ബാഹ്യമായി സിമ്പിളായിട്ടൊരു കാര്യമാണ്. ജിഹാദ് ചെയ്യുക എന്നുള്ളത് ബാഹ്യമായി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ എന്നാലും സ്ഥാനം അൽ ഈമാനു ബില്ലക്കാണ്. ഇനി അടുത്ത വരുന്നത് ഇനാബത്തിൽ തന്നെ വമിൻ അലാമാത്തിൽ ഇനാബ. ഇനാമത്തിൻ്റെ അലാമത്തുകൾ, ഒരാൾ യഥാർത്ഥ രൂപത്തിൽ മുനീബായി ഇനാബത്ത് ചെയ്തു എന്നുള്ളതിൻ്റെ ചില അടയാളങ്ങളെ പറ്റിയാണ് അടുത്ത് പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദിവസം വായിക്കാം. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.